ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. ഇന്ന് നിഫ്റ്റി 118 പോയിന്റോളം ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ കണ്ടത് ഒരു ബ്ലഡ് ബാത്ത് ആണ്. ഏകദേശം 450ഓളം പോയിന്റ്സ് ആണ് ഇന്നത്തെ ഒറ്റ ദിവസം നിഫ്റ്റി വീണിട്ടുള്ളത്. ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച്, അതായത് കണ്ണുമടച്ച് ട്രേഡ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റാണ്. വെറുതെ പുട്ട് ഓപ്ഷൻസ് മേടിച്ചുകൊണ്ടിരുന്നാൽ മതി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ ബൈയിങ് കമ്മ്യൂണിറ്റിയിലും നല്ല രീതിയിൽ ട്രേഡുകൾ എടുത്തു. ഇന്ന് ഓൾമോസ്റ്റ് 5 ട്രേഡുകളാണ് എടുത്തത്. നിഫ്റ്റിയിൽ 2 ബാങ്ക് നിഫ്റ്റിയിൽ 2 ദെൻ സെൻസെക്സിൽ ഏകദേശം ഒരു 150 രൂപയ്ക്ക് മേടിച്ച് 355 ഓൾമോസ്റ്റ് 3x ക്യാപിറ്റൽ ആകുന്ന രീതിയിലാണ് സെല്ല് ചെയ്തത്. എടുത്ത ട്രേഡുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾക്കറിയുമ്പോൾ നമ്മുടെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. പണ്ട് ഇതൊരു പെയ്ഡ് ഗ്രൂപ്പ് ആകുന്നു, പിന്നെ നമ്മൾ പെയ്ഡ് സർവീസൊക്കെ നിർത്തിയതുകൊണ്ട് ആബ്സല്യൂട്ട്ലി ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഒപ്പം ഓപ്ഷൻ ബൈ ചെയ്യാം. ആൻഡ് വൺ തിങ്, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആകും അങ്ങനെയില്ല. നിങ്ങൾ ഡിസിപ്ലിൻ, ഓപ്ഷൻ ബയർക്ക് വേണ്ട 3 ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ഗ്രൂപ്പിലല്ല. നിങ്ങൾ ആര് ഇപ്പം ടിപ്പ് തരുന്നത് മേടിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, പോർട്ട്ഫോളിയോ വേറൊരാൾക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ആരാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങളുടെ പൈസ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾ സക്സസ് ആവാൻ. ഒരു ഓപ്ഷൻ ബയർ, എൻ്റെ 10-12 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഒരു ഓപ്ഷൻ ബയർക്ക് സക്സസ് ആവണമെങ്കിൽ ആവാൻ പറ്റും. 90% ഓപ്ഷൻ ബയേഴ്സും ഫെയിലിയർ ആണെന്നുള്ളൊരു കഥ അവിടെ നിൽക്കട്ടെ. സക്സസ് ആവാം ഈ ഒരു ഡിസിപ്ലിൻ താളം തെറ്റാതെ. നമ്മളത് എല്ലാ ദിവസവും ഗ്രൂപ്പിൽ റൂൾസ് ആയിട്ട് ഇടുന്നതും എൻ്റെ പല വീഡിയോസിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ക്വാണ്ടിറ്റി സൈസ് ചെയ്യുക. ദെൻ ഇപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം, നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി സൈസ് കുറച്ചിട്ട് 25 ആക്കിയിട്ടുണ്ട്. ഒരു ലോട്ട് സെല്ല് ചെയ്യാൻ ഏകദേശം 50,000 രൂപ മതി. ഞാൻ ആലോചിക്കുമ്പോൾ അത് കറക്റ്റാണ്. ശരിക്കും ഇനി ബൈ ചെയ്യേണ്ട, ഒരു ലോട്ട് സെല്ല് ചെയ്താൽ മതി ഞാൻ പറയാം. ഇപ്പം ഡിപ്പ് വരുമ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. ബിക്കോസ് അത് കറക്റ്റ് റേഷ്യോയിലേ പോവുള്ളൂ. 50,000-60,000 രൂപയുള്ള ഒരാൾ ഒരു ലോട്ട് അവന് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ബയ്യറും ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30,000 ഒക്കെയാണ് മുമ്പ് പറയാറ്. ഇപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് കുറച്ചതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഒരു 20,000, ഒരു 20-25,000 മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ട് ചെയ്യാം. ഈ ഒരു റേഷ്യോ നിങ്ങൾ താളം തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും ബാധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് കാശുകാരാവോ ഒന്നും നടക്കില്ല. നിങ്ങൾ ഏത് അനാലിസിസ്, ഓയിൽ എടുത്തോ, റെഡ് ലൈൻ ഗ്രീൻ ലൈൻ ബ്രേക്ക്ഔട്ടുകൾ എടുത്തോ, എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും ഇതിന്റെ ബേസിക് നിങ്ങൾ ചെയ്യേണ്ട ഒരു 3 ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ 25,000 എങ്കിലും കീപ്പ് ചെയ്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു ലോട്ട് ട്രേഡ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, ലോസുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. 1-2 ലോസൊക്കെ വരുമ്പോൾ നിർത്തുക. ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന ഒരു ത്രെഷോൾഡ് വയ്ക്കുക. എനിക്ക് ഇന്ന് 3% കൂടുതൽ കളയാൻ പറ്റില്ല. ലൈക്ക് ഇത് ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് കൂടുതൽ റിയലി പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കൂടുതൽ വിജയിക്കാനുള്ള കാരണം. നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ, എനിക്കൊരു 3% കൂടുതൽ ഒരു ദിവസം ലോസ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഫിക്സഡ് മൈൻഡ് സെറ്റോടുകൂടി മാത്രം ട്രേഡ് ചെയ്യുക. അത് തന്നെ 1-2 ട്രേഡൊക്കെ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ ആ ദിവസം അവസാനിപ്പിക്കാൻ പഠിക്കുക. റിവെഞ്ച് ട്രേഡിനോ ഇന്ന് ഉണ്ടാക്കിയ നഷ്ടം ഞാൻ ഇന്ന് തന്നെ റിക്കവർ ചെയ്തിട്ട് വീട്ടിൽ പോകുന്നുള്ളൊരു കൺസെപ്റ്റിലോ ഒന്നും നിൽക്കാതെ 1-2 ലോസ് ഒക്കെ വരുമ്പം അത് നിർത്തി അവസാനിപ്പിക്കാനും, ഓവറോൾ നിങ്ങൾക്ക് ഒരു 2-3% നിങ്ങളുടെ ക്യാപിറ്റൽ ലോസ് വരുമ്പം നിർത്താനുമുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ, നല്ല റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ലോട്ട് സൈസ് കുറച്ചുകൊണ്ട് ഒരു 20 പോയിന്റ് നഷ്ടം വന്നാലും നിഫ്റ്റിയിലൊക്കെ ഒരു 500 രൂപ ലോസ് വരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോ നോക്കി, 25,000 രൂപ മെയിൻറ്റെയിൻ ചെയ്തിട്ട് 500 രൂപയാണ് എനിക്ക് ഒരു ട്രേഡിംഗ് എസ് എൽ വരുന്നുള്ളൂ. 2 ട്രേഡ് എസ് എൽ ഇട്ടിയാൽ 1000 രൂപ പോകുള്ളൂ. അന്നത്തെ ദിവസം അവസാനിപ്പിക്കുക. ബിക്കോസ് 2 ട്രേഡ് എസ് എൽ ആയി. ആൻഡ് ടാർഗറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു 30-40 പോയിന്റ് എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും 1:2 മാക്സിമം ട്രയൽ ചെയ്യുക. ഇപ്പം ഇന്നത്തെ ട്രേഡൊക്കെ കണ്ടില്ലേ, നമ്മൾ സെൻസെക്സ് എടുത്തിരിക്കുന്നത് 150-ന്. ഈ 150 വെറുതെ ബ്ലൈൻഡ്ലി ഹോൾഡ് ചെയ്ത് വെച്ചതല്ല. നിങ്ങൾക്ക് താഴേക്ക് പോകുമ്പോൾ കാണാം, നമ്മൾ 180 ആകുമ്പോൾ എസ് എൽ അല്പം ട്രയൽ ചെയ്തു, 250 ആയപ്പോൾ അല്പോടും എസ് എൽ ട്രയൽ ചെയ്തു, കുറച്ച് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു. ഫൈനലി അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റികൾ ബുക്ക് ചെയ്തും എസ് എൽ നല്ല രീതിയിൽ ട്രയൽ ചെയ്തുമാണ് 355 എത്തിയത്. 150 355 ട്രയൽ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ കൃത്യമായിട്ട് ട്രെയിലിംഗ് എസ് എൽ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ പറയും 355 ആയി, നമ്മൾ പറഞ്ഞ ഓൾ ടാർഗറ്റ് നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്തിട്ട് 250 ട്രയൽസിൽ വെച്ച് ഹോൾഡ് ചെയ്തോ. അപ്പോൾ ഇനിയും പോയി കഴിഞ്ഞാൽ ആ ഫുൾ ഫോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ കേസ് നോക്കിയേ, നിഫ്റ്റി രാവിലെ എടുത്തിട്ട് നല്ല രീതിയിൽ ട്രയൽ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ നിഫ്റ്റിയുടെ 400 പോയിന്റ് ഫോളും ക്യാച്ച് ചെയ്യാൻ പറ്റും. 400 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ആണ് നിങ്ങളുടെ അടുത്ത് സ്ട്രൈക്കെങ്കിൽ നിങ്ങൾക്ക് ഒരു 76-80% പ്രീമിയം കിട്ടും. 400 പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്താൽ 300 പോയിന്റൊക്കെ നിങ്ങൾക്ക് പ്രീമിയം കിട്ടും. 100 രൂപയ്ക്ക് മേടിച്ച് 300 ലാഭം. ഇത്തരം ലാഭം കിട്ടുന്ന വേറൊരു കച്ചവടങ്ങളും ഇല്ല. പക്ഷേ ഈ കച്ചവടം വഴി തെറ്റിക്കുന്നത് നിങ്ങൾ ഈ 3 ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. നിങ്ങൾക്ക് കൃത്യമായി ക്വാണ്ടിറ്റി എടുക്കുക. ഫിക്സഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു 25,000 മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ട് എടുക്കുക. സെക്കൻഡ് തിങ്, നിങ്ങൾ പ്രോപ്പർ എസ് എൽ മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ദിവസം മാക്സിമം 2-3% കൂടുതൽ നഷ്ടം പോകില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. തേർഡ് തിങ്, പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ലോസ് ഫിക്സഡും മാക്സിമം ട്രെയിലിംഗ് എസ് എൽ വഴി പ്രോഫിറ്റും നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജോലി തിരക്കാണ്, ഇതുപോലെ ട്രെയിലിംഗ് എസ് എൽ ഒന്ന് അനലൈസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ക്ലയൻസിന് മാത്രം, എൻ്റെ ഒപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത നമ്മുടെ ക്ലയൻസിന് മാത്രമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. വേറെ ആരെയും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ലൈഫ് ടൈം ഫ്രീ ആണ്. ഞങ്ങൾക്ക് 1 രൂപ പോലും തരേണ്ടതില്ല. ആൻഡ് വെറുതെ ടിപ്പല്ല തരുന്നത്. നീ കാണുന്നത് പോലെ നമ്മൾ ചാർട്ട് അനാലിസിസും ഞങ്ങളുടെ പൊസിഷൻസും എല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. എൻട്രി എവിടെയാണ്, നമ്മുടെ പ്ലാൻ എന്താണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ മെന്റേഴ്സായിട്ട് സംസാരിക്കാം.
ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, കാരണം ഞങ്ങളും ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് ടെലിഗ്രാമിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അവർ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. സോ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് മതി. നിങ്ങൾ 50,000 1 ലക്ഷം രൂപയൊന്നും കൊടുത്ത് പലയിടത്തും പോയി ഓപ്ഷൻ ബൈയിങ് ക്ലാസ്സുകൾ പഠിക്കുന്ന ഒന്നും വേണ്ട. ജസ്റ്റ് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഒരു ലോഡ് വീഡിയോ സീരീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കാം. എന്താണ് കോൾ, എന്താണ് പുട്ട്, ഓപ്ഷൻ ചെയിൻ എന്താണ്, ഏത് സ്ട്രൈക്ക് എടുക്കണം, അല്ലെങ്കിൽ ഗ്രീക്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സീരീസ് ഒന്ന് കണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മളിരുന്ന ട്രേഡുകളൊക്കെ ഒരു ലോട്ട് എടുത്ത് ഒരു 1 മന്ത് എടുത്ത് നോക്കുക. നമ്മൾ ഈ പറയുന്ന പ്രോപ്പർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ എടുത്ത ട്രേഡുകൾ ബുക്കിൽ നോട്ട് ചെയ്യുക. അതും വേണ്ട, ഞങ്ങൾ ഓൾറെഡി എടുത്ത ട്രേഡുകൾ ഒരു എക്സൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. ഇത് ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഷീറ്റിൽ പോയാൽ നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾക്ക് എല്ലാ ഒരു ബുക്കിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യുക. സോ എൻ്റെയും എൻ്റെ ടീമിൻ്റെയും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ ഓപ്ഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭവും നഷ്ടം ബുക്ക് ചെയ്യാം. ബൈ.